ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഉള്ളേരിയിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയത് അരുണിൻ്റെ കൂടെ അല്ല കേട്ടോ, ഞാൻ ബസ്സിലാണ് പോയത്. അപ്പം കുറ്റിയാടി കോഴിക്കോട് ഓൾമോസ്റ്റ് ഒരുവിധം ബസ്സുകാരൊക്കെ അരുണിൻ്റെ കമ്പനിക്കാരാണ്. അപ്പം ഞാൻ പോയത് അജുവ ബസ്സിലാണ്. അപ്പം ഞാനിങ്ങോട്ട് ബസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ല, കുറച്ച് ഇപ്പുറത്തുനിന്ന്. എന്നാൽ സ്റ്റാൻഡിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഇപ്പുറത്തുനിന്നായിട്ടാണ് കൈ കാട്ടിയത്. അപ്പം അരുണിനെ കണ്ട എല്ലാ ബസ്സും നിർത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ബസ്സിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേക്ക് കണ്ടക്ടർ വന്നിട്ട് ജെസിമോൾ എന്ന് വിളിച്ചു. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. എനിക്കെന്ന് വെച്ചാൽ ബാക്ക് സൈഡിലേക്കൊക്കെ ഇരുന്നാൽ ഞാൻ വേഗം വോമിറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേ ഞാൻ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തോളം ഞാനും ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ചിലരൊക്കെ എന്നെ അറിയുന്നവരുണ്ട്, ചിലരെന്നെ അറിയാത്തവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പാസഞ്ചേഴ്സിന് ഭയങ്കര ഒരു അത്ഭുതം. ഇതെന്താ, ആരാ, എങ്ങനെയാണ്? നമ്മൾ ബസ് കയറിയിട്ട് ബസ്സിലെ ഡ്രൈവറോടോ കണ്ടക്ടറോടോ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ട് അജുവയിൽ പോയി തിരിച്ചു വരുമ്പം പുലരി വന്നു. അപ്പോൾ പുലരി കയറിയ സമയത്തും ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ അവിടെ ഇരുന്നു. ഒരു ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ കഥ പറഞ്ഞ് പോരുക. അപ്പോൾ കുറച്ചും ഇങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാക്ക് KSRTC എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, ഇവൾ എന്തിനാ ബാക്ക് KSRTC? ഇവരുടെ ടൈമിങ്ങും KSRTC കുറച്ച് കോംബി ആയിട്ടാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മെത്തേഡൊക്കെ എനിക്കറിയാം. ഞാൻ ഓൾമോസ്റ്റ് ഏതൊരു ബസ്സിലാണ് വന്ന് ഉള്ളേരിയാണെങ്കിൽ ഇറങ്ങുന്നതെന്ന് വെച്ചാലും പറയും, ജെസ്സി നീ പോവല്ലേ, നീ അടുത്ത ബസ് വന്നിട്ട് ഗ്യാപ്പ് പറഞ്ഞ് തന്നിട്ടേ പോകാവൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് പണ്ടൊരിക്കൽ ലസിത പാലക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബസ് കയറിയിട്ട് സെലിബ്രിറ്റിയാണ് എണീച്ച് തരണം എന്ന് പറയാനിരിക്കുന്നത്. അതേപോലെ ബസ് കയറിയിട്ട് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകാരും എന്നെ അറിയും. അതുമല്ല, ഇന്നലെ ഞാൻ അതേപോലെ കോഴിക്കോടേക്ക് കയറിയ സമയത്ത് ഏതിലായിരുന്നു കയറിയത്, സ്റ്റീമിലായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിലത്തെ ബസ്സിലെ ഡ്രൈവറെയോ കണ്ടക്ടറോ എനിക്ക് പരിചയമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബസ്സിൽ കയറി എന്ന് പറഞ്ഞ് അരുണിനെ വിളിച്ച്. എടുത്തേപാടേക്ക് എന്നോട് ചോദിച്ചു, ആരാ കണ്ടക്ടർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കുറച്ച് പ്രായമായ ഒരാളാണ്. ഞാൻ ഫോണൊന്ന് കൊടുത്തേന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊടുത്ത്, അപ്പോൾ അവരോട് പറഞ്ഞു അവിടെ എത്തിയിട്ട് കോഴിക്കോട് എത്തിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ കോഴിക്കോട് എത്തിയിട്ട് അവർ പൈസ മേടിച്ചില്ല കേട്ടോ, അവനോട് ആരും പൈസ മേടിക്കാറില്ല. അപ്പം ഞാൻ അറിയാത്ത ബസ്സാണെങ്കിൽ പോലും ഇവൻ വിളിച്ചിട്ട് പറയും, പൈസ മേടിക്കണ്ട കേട്ടോ, ഞാൻ തരുമെന്ന് പറയും. അപ്പം കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ ഞാൻ ഫ്രീ ആയിട്ടാണ് ലസിത പോവാറ്. ഏതെങ്കിലും ഒരു വീഡിയോസിൽ നീ പറയണം സെലിബ്രിറ്റിയാണ്, പൈസ തരൂല എന്നുള്ള പറയും. ഞാൻ ചില ഏത് ബസ്സിലായിരുന്നു, രാവണൻ ബസ്സിൽ ഈ കണ്ടക്ടർ എന്നെ പരിചയമില്ല. ഞാനും മക്കളോടെയും LICൻ്റെ അടുത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയപാട് കണ്ടക്ടർ ഇങ്ങോട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡ്രൈവറെ ബത്തേലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുൺ പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഉള്ളതാണേ എന്ന് പറഞ്ഞു. അപ്പോൾ അരുണിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ബസ്സിൽ ആരും ഇങ്ങനെ നമുക്ക് പൈസയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പടിയും ഊരിപ്പടിയും എന്ന് മറ്റേ ഇതിൽ പറയല്ലേ പഞ്ചാബി ഹൗസിൽ, അതേപോലെ എനിക്കൊരു കടപ്പാടുണ്ടെങ്കിൽ അത് അരുണിനോട് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് അതിനിപ്പം മറുസഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ ഓക്കെ ഈക്വലായി എന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് ഇവൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് എത്ര പിന്നെന്താ പറയുക, നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താലും ഈക്വലാവൂല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അരുൺ എന്ന് പറയുന്നൊരു സംഭവം. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ അരുണിൻ്റെ കൂടെ KSRTC ആയി പ്രൈവറ്റായി ഏതൊരു ബസ് കയറുകയാണെങ്കിലും ഞാൻ ബസ് കയറി പിടിച്ചു എന്ന് കണ്ടാൽ മാത്രമേ ഇവൻ ബസ് എടുക്കുള്ളൂ. അതേപോലെ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കവറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കയറിയപാടേക്ക് ഇത് മേടിച്ചിട്ടേ ഇവൻ ബസ് എടുക്കുള്ളൂ. കാരണം വലിയ പരിചയം എല്ലാ ബസ് കയറിയിട്ട് സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ബസ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബസ്സിലെ ജോലി എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, പ്രത്യേക സുഖമുള്ളൊരു സംഭവമാണ്. ആ ലോകത്തെത്തിയ ആൾക്കാർക്ക് അതിൻ്റെ സുഖം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആ ഒരു വണ്ടിപ്പണിക്കാരി ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ദൈവം റൂട്ട് തിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണ്. അതേപോലെ ഒരു വിഷമകരമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ
ഞാൻ തിരിച്ച് ഉള്ളിയേരി ഇറങ്ങിയിട്ട് ഇവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ സ്റ്റാൻഡിൽ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ, ഒരു മൊല്ലിയാരുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ തപ്പുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇവർക്ക് കോഴിക്കോടേക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, ആരും മൈൻഡ് വെക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയി ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കോഴിക്കോടേക്കാണെന്ന് പറഞ്ഞു, KSRTC വേണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയാം മൊല്ലിയാരുടെ വേഷത്തിലാണ്, അപ്പോൾ നമ്മളൊന്നും കൈ പിടിച്ചാൽ അവർക്കൊരു ഇറിറ്റേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബസ്സിലെ സ്റ്റാൻഡ് ഫീ മേടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഈ കാല് തരുത്ത് പോയി, പിന്നെ സുരേട്ടന്. അപ്പോൾ ഞാൻ സുരേട്ടനെ എടുത്ത് പോയി പറഞ്ഞു, സുരേട്ട കോഴിക്കോടേക്കാണല്ലേ, നിങ്ങളൊന്ന് ബസ് കയറ്റി കൊടുക്കുന്നുണ്ട്. സുരേട്ടൻ കേട്ടപാടക്ക് വേഗം വന്നിട്ട് അടുത്ത KSRTCയിൽ അവരെ കയറ്റി കൊടുത്തിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എനിക്ക് പറയാനുള്ള ബ്ലൈൻഡാണ്, നമുക്ക് പറ്റുന്നൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ആരും കണ്ടില്ലെന്ന് നടിക്കുന്നത് അത് വളരെയധികം മോശമുള്ളൊരു സംഭവം കേട്ടോ. ഏതായാലും ബസ്സിൽ കയറി കഥകളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെത്തേക്കും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കേ, ടാറ്റാ.